ഹലോ. ഇന്ന് നമ്മളെ മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. പച്ചമാങ്ങ മധുര പച്ചടി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്വാദാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ ഇടത്തരം വലിപ്പം നോക്കിയിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നാലും ഇതുപോലെ സ്ക്വയർ ആക്കി കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത്യാവശ്യം കനത്തിൽ ഒക്കെ അരിഞ്ഞെടുക്കണേ. വളരെ നൈസായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവേ. അതുകൊണ്ട് തന്നെ ഒരുവിധം കനത്തിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊലിക്ക് കനം കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്ര തൊലിക്ക് കനമില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. ഈ പച്ചമാങ്ങ മധുരപ്പച്ചടി ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ചെയ്യും. അച്ചാറാണോ എന്ന് ചോദിച്ചാൽ അച്ചാറല്ല, എന്നാൽ മാങ്ങക്കറിയാണോ വെച്ചാൽ മാങ്ങക്കറിയല്ല. ഒരു എരിവും പുളിയൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. ഞാൻ എടുത്ത ഒരു മാങ്ങ കണ്ടില്ലേ, ഇത്തിരി കളറ് കയറി, പക്ഷെ നല്ല പുളിയുണ്ട്, ചനച്ചിട്ടില്ല. ഈ കറിക്ക് അത്യാവശ്യം എരിവും പുളിയും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി കളറ് കയറിയതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, മാങ്ങ മാത്രം മതി നമ്മുടെ ഈ കറിക്ക് കേട്ടോ. പിന്നെ കുറച്ച് പൊടികളാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അത് ചട്ടി നന്നായി ചൂടായി വരട്ടെ. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ചേർക്കാം. അധികം ഉണ്ടെങ്കിൽ അധികം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഈ ചേർത്തൊന്ന് മിക്സായി വരുമ്പോൾ ഒരു മണം വരും, സൂപ്പർ മണമാണേ. ഇനി അതിലേക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഈ മാങ്ങ ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട്. അതുപോലെ തന്നെ ഞാൻ മുൻപ് പച്ചമാങ്ങ വെച്ചിട്ട് വറ്റൽമുളകൊക്കെ ഉപയോഗിച്ച് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അടിപൊളിയായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ മാങ്ങ പച്ചടി. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പച്ചമാങ്ങ കിട്ടിയാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ്. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളകാണ്, 1 ടീസ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു 10-20 കുരുമുളകാണ്, അതൊന്ന് ചെറുതായി ഒന്ന് ചതച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തേക്കും മസാല എത്തും വേണം. അതുപോലെ തന്നെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാങ്ങ പച്ചടി ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം വെള്ളമായി പോരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാങ്ങ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ഒന്ന് ജസ്റ്റ് മുങ്ങിക്കിടന്നാൽ മതി കേട്ടോ. ഇനി നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് താഴെ മതി കേട്ടോ. 1-2-3 തള വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കണ്ടില്ലേ നല്ലപോലെ തള വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല കേട്ടോ, ശർക്കര പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് 1 ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ശർക്കര പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാങ്ങ പച്ചടിക്ക് ഒരു മധുരവും എരിവും പുളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്വാദാണെന്ന് പറഞ്ഞത്.
ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഇനി നമുക്കിത് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങാ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തിരിയും കൂടിയും എന്താ പറയുക ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വറ്റിക്കേണ്ട കേട്ടോ. അത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനൊക്കെയുള്ള ഒരു സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അച്ചാറിനൊക്കെ പകരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സ്മെല്ലാണ് കേട്ടോ. ആ കായപ്പൊടിയുടെയും എണ്ണയിൽ ആ മാങ്ങയൊക്കെ കിടന്ന് അങ്ങോട്ട് ആ വേവുമ്പോഴുള്ളൊരു മണവും സൂപ്പറാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഒരു രക്ഷയില്ല. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ. പിന്നെ മാങ്ങ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് കറി വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മൺചട്ടിയിലൊക്കെ ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂട്ടോട് കൂടി ഇരിക്കല്ലേ, അപ്പോൾ അത് ഇരുന്ന് അതൊന്നുകൂടി കുറുകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാനും മറക്കരുത് കേട്ടോ. ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയാണെന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.